ക്രിപ്റ്റോ എപ്പോഴും വളരെ ഫാസ്റ്റ് മൂവിങ് ഫീൽഡാണ്. അതിൽ നരേറ്റീവുകൾ വന്നു പോയിക്കൊണ്ടിരിക്കും. ഒരു 3 മാസം മുമ്പ് നമ്മൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട നരേറ്റീവ്സ് RWA ആയിരുന്നെങ്കിൽ ഇന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് മാറി. ഏതൊക്കെയാണ് ഈ വരുന്ന ഓൾ സീസണിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട നരേറ്റീവ്സ് എന്നറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻടു ദ വീഡിയോ അലോങ് വിത്ത് മീ ഫെബിൻ ആൻഡ്രൂസ്. ICM എന്നുള്ളത് ഇൻ്റർനെറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ നമ്മൾ അറിയേണ്ടത് അതിൻ്റെ പുതിയ വേർഷൻ V2 ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് ICMൻ്റെ വാല്യൂ പ്രൊപ്പോസിഷൻ? അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾക്ക് വെബ് 2വിലുള്ള പ്രൊജക്റ്റുകൾക്ക് കോയിൻ ക്രിപ്റ്റോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിൻ്റെ ട്രേഡിംഗ് ഫീസിൻ്റെ ഒരു പങ്ക് ഫൗണ്ടേഴ്സിന് കൊടുക്കുകയും ചെയ്യുന്നു. ആ ഫണ്ട് അവർക്ക് ഇവരുടെ പ്രൊജക്റ്റ്, അതായത് വെബ് 2വിലുള്ള റിയൽ വേൾഡ് പ്രൊജക്റ്റ് റീഎൻഫോഴ്സ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നാച്ചുറലി നിങ്ങൾ ചിന്തിക്കും, അതിന് ടോക്കൺ ഹോൾഡേഴ്സിന് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത്. അതാണ് ICMൻ്റെ ആദ്യ വേർഷൻ ഉണ്ടായിരുന്ന ഒരു പോരായിക. അത് അഡ്രസ്സ് ചെയ്യുന്നതാണ് ICM V2. അതായത് ഈ ടോക്കണിൽ വഴി ജനറേറ്റ് ചെയ്യുന്ന ഫീസിൻ്റെ ഒരു ഭാഗം ഉപയോഗിച്ച് സെയിം ടോക്കൺ മേടിക്കുകയും ബേൺ ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ടോക്കൺ സപ്ലൈ ഗ്രാജുവലി കുറഞ്ഞു വരുന്നു. നാച്ചുറലി അതിൻ്റെ ഡിമാൻഡിനനുസരിച്ച് പ്രൈസ് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു പ്രൊജക്റ്റ് ടോക്കൺ ഇറക്കുന്നു, ടോക്കൺ നമ്മൾ മേടിക്കുമ്പോൾ കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് ആ കമ്പനി ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിൽ നിന്ന് ടോക്കൺ മേടിച്ച് ബേൺ ചെയ്യുന്നു. സോ സപ്ലൈ റെഡ്യൂസ് ചെയ്യുന്നു, പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. അപ്പോൾ ICMലെ പ്രധാന ആപ്പായ ബിലീവ് എക്കോസിസ്റ്റം ഈ ഫ്ലൈ വീൽ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന ടോക്കൺസും ഇത് കമ്പാറ്റബിൾ ആണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഇറങ്ങിയിട്ടുള്ള കോയിൻസ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്യുകയും അതിലെ ഒരു കോയിനായ 0 ഡെൽറ്റ ഓൾറെഡി 50x റിട്ടേൺസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇത്തരം കോളുകൾ പെട്ടെന്ന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്രിപ്റ്റോയിലെ അടുത്ത ഹോട്ട് നരേറ്റീവാണ് X402 പേയ്മെൻറ്റ് സിസ്റ്റം. അതായത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് HTTPSൻ്റെ പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് ഏജൻറ്റുകൾക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യാനും അത് അപ്രൂവ് ചെയ്ത് ട്രാൻസാക്ഷൻ നടത്താനും ഉള്ള ഒരു കേപ്പബിലിറ്റി എനേബിൾ ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് X402. ഇത് ഗൂഗിളും ബേസ് ചെയിനും കമ്പൈൻഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഈ പ്രോട്ടോക്കോൾ ഇൻ്റർനെറ്റ് ഡെവലപ്പ് ചെയ്തപ്പോൾ തൊട്ട് തന്നെ ഉള്ള ഒന്നാണ്. പക്ഷേ ഇതിൻ്റെ ഒരു എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ വന്നത് ക്രിപ്റ്റോയിൽ ഇപ്പോഴാണ്. ഇതുപോലെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു പ്രോട്ടോക്കോളാണ് HTTPS 404 എന്നുള്ളത്. അത് നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാറുണ്ട്. ആ പ്രോട്ടോക്കോൾ പറയുന്നത്, നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു പേജ് കണ്ടില്ലെങ്കിൽ ഡിസ്പ്ലേ ദിസ് എറർ കോഡ് 404 എന്നുള്ളത്. അതിന് സിമിലറായിട്ട് HTTP ഉപയോഗിച്ച് പേയ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് 402. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്താണ്? അതാണ് ഇതിനെ ഒരു വലിയ ബ്രേക്ക് ത്രൂ ആക്കുന്നതും ഒരു ഹോട്ട് നരേറ്റീവ് ആക്കുന്നതും. അതായത് AI ഏജൻറ്റ് ടു AI ഏജൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ അവർ തമ്മിൽ സെറ്റിൽ ചെയ്യുന്നു. അതായത് ലെറ്റ് us വിഷ്വലൈസ്, ഒരു ഏജൻറ്റ് ട്വീറ്റ് ചെയ്യുന്നുണ്ട്, വേറൊരു ഏജൻറ്റ് ഇമേജ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്വീറ്റ് ചെയ്യുന്ന ഏജൻറ്റിന് ഒരു ഇമേജ് വേണമെങ്കിൽ അതിന് ഈ മറ്റേ ഏജൻറ്റിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് ഒരു ഫോട്ടോ ജനറേറ്റ് ചെയ്യുകയും അതിനു വേണ്ടി മാത്രം പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യാം. ഇത് കൂടാതെ മറ്റ് പല ആപ്ലിക്കേഷൻസും ഉണ്ട്. അതിലൊന്നാണ് മൈക്രോ പേയ്മെൻറ്റ്സ്. അതായത് $0.0001 വരെ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റും. അപ്പോൾ ഒരു ആർട്ടിക്കിൾ വായിക്കുന്നതിനോ ഒരു ഫോട്ടോ നോക്കുന്നതിനോ ഒരു ട്വീറ്റ് ഇറക്കുന്നതിനോ ഒക്കെ പേയ്മെൻറ്റ് കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വൈഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ പ്രോട്ടോക്കോളിൽ വരുന്നത്. ഇതും കൂടാതെ ക്രെഡിറ്റ് കാർഡ് പ്രോസസ്സിങ്ങിൻ്റെ ഫീ ആയ 3% ഇല്ലാതാവുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വലിയ ഹോട്ട് നരേറ്റീവ് ആണെന്നും ഇതിനുള്ള കോയിനുകൾ നേരത്തെ കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ അടുത്ത് ക്രിപ്റ്റോയിൽ ഹിറ്റായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പോളി മാർക്കറ്റ്. അത് ബേസിക്കലി എന്താണ് ചെയ്യുന്നത്? ആർക്കും എന്തിനെക്കുറിച്ചും ബെറ്റ് ചെയ്യാം. അതായത് BTC നവംബർ കഴിയുമ്പോഴേക്കും 200K ആകുമോ, ട്രംപ് നാളത്തെ മീറ്റിങ്ങിന് കോട്ടിടുമോ, അത്രയും സില്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തൊട്ട് അങ്ങേ അറ്റത്തെ അടുത്ത FOMCയിൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമോ എന്നുള്ള ഡിസ്കഷൻസ് വരെ നടക്കുകയും അതിന് വളരെ അക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പോളി മാർക്കറ്റ് എന്നുള്ള ബെറ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ഇൻസൈഡേഴ്സ് വന്ന് ബെറ്റിംഗ് സിറ്റുവേഷൻസ്, അതായത് ബെറ്റിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയും അത് കൂടുതൽ അക്യുറേറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. റീസെൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ അടുത്ത് നടന്ന അഫ്ഗാനിസ്ഥാനിലെ ഒരു ബോംബിങ്ങിൻ്റെ ഇൻഫോ വരെ ഈ ബെറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യുകയും അത് വളരെ അക്യുറേറ്റ് ആയിട്ട് വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ 1-2 ഇൻസിഡൻസ് നടന്നപ്പോൾ ഇൻസൈഡേഴ്സ് അവിടെ ഉണ്ടെന്നും
ആ ഇൻഫർമേഷൻ വെച്ച് നമുക്ക് മണി ജനറേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടം അപ്ലിക്കേഷൻസ് പോളി മാർക്കറ്റിനെ ബേസ് ചെയ്ത് ഡെവലപ്പായിട്ട് വരുന്നുണ്ട്. ഇത് ഓൺ ചെയിൻ ആക്ടിവിറ്റി ആയതുകൊണ്ട് ഭയങ്കര ട്രാൻസ്പെറൻറ്റും സുതാര്യവുമാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ അപ്ലിക്കേഷൻസ് പോളി മാർക്കറ്റ് ബേസ് ചെയ്ത് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കേണ്ട മറ്റൊരു നരേറ്റീവാണ് പോളി മാർക്കറ്റ് ആപ്പ് അഥവാ ബെറ്റിംഗ് ഓർ ഗാംബ്ലിംഗ് എന്നുള്ളത്. അടുത്ത പുതിയ നരേറ്റീവാണ് പ്രൈവസി എന്നുള്ളത്. പ്രൈവസി ക്രിപ്റ്റോയിൽ പുതിയതല്ല. സി ക്യാഷും മൊനീറോയും ഒക്കെ പ്രൈവസി പണ്ടേ ക്രിപ്റ്റോയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈയിടെയായി പ്രൈവസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സൊളാന ഫൗണ്ടേഷനായ ടോളിയും മെർട്ടും പ്രൈവസിയെക്കുറിച്ച് ഒരുപാട് പറയുകയും പ്രൈവസി എനേബിൾഡ് ആയിട്ടുള്ള ആപ്പുകൾ സൊലാനയിൽ ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കുറേ ആൾക്കാർ പ്രൈവസി എനേബിൾഡ് ആപ്ലിക്കേഷൻസ് ഇറക്കുന്നുണ്ട്. അതിലൊരെണ്ണമാണ് ഷെയ്ഡി എന്നുള്ളൊരു പ്രോട്ടോക്കോൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ആപ്പ് ഉപയോഗിച്ച് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയാൽ സെൻഡർ ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് പ്രൈവസി എനേബിൾഡ് സ്വാപ്പിങ്ങും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ചെറിയ ആപ്ലിക്കേഷൻസ് വിത്ത് ടോക്കൺ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഏരിയയാണ് പ്രൈവസി എന്നുള്ളത്. അടുത്തതായിട്ട് എമർജ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് റോബോട്ടിക്സ് എന്നുള്ളത്. ഇതാണ് പ്രോബ്ലി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ്. ഓപ്പനാർക്കി എന്നുള്ളൊരു കമ്പനി ഹ്യൂമനോയിഡ് റോബോട്ട്സിൻ്റെ ട്രെയിനിങ് പ്രോട്ടോകോൾസ് ഓപ്പൺ സോഴ്സ് ആക്കുകയും അത് മറ്റ് കമ്പനികൾക്ക് അവൈലബിൾ ആക്കുകയും ചെയ്തു. അത് ഒരു എക്സാമ്പിളായിട്ട് എടുത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ക്രിപ്റ്റോയിൽ വരുന്നുണ്ട്. അതായത് AI ബേസ്ഡ് ട്രെയിനിങ്സ്, ഡാറ്റാ സെറ്റ്, API റെൻറ്റൽസ്, X402 മൈക്രോ പേയ്മെൻറ്റ്സ്, ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ റോബോട്ടിക്സ് ഏരിയയിൽ തുറന്നു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഈവൻ ഹാർഡ്വെയർ റെൻറ്റൽസ്, API റെൻറ്റൽസ് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റിയും തുറക്കുന്നുണ്ട്. അതിലത്തെ ഒരു എക്സാമ്പിളാണ് ഓപ്പാൻ എന്ന് പറയുന്ന ഒരു ടോക്കൺ. അത് കഴിഞ്ഞ ഈ ഒരു ഹൈപ്പിൽ X402 പേയ്മെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഹൈപ്പിൽ മാത്രം അറൗണ്ട് 20-30x റിട്ടേൺസ് കൊടുത്തൊരു കോയിനാണ്. പക്ഷേ ഇതൊരു പുതിയ നരേറ്റീവ് ആയതുകൊണ്ട് ഒരുപാട് പ്രൊജക്റ്റുകൾ ഇനിയും ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് റോബോട്ടിക്സ് നരേറ്റീവ് ആൻഡ് അതിലിറങ്ങുന്ന പുതിയ കോയിൻസ്. പുതിയ നരേറ്റീവ്സ് ഏതാണെന്ന് മനസ്സിലായപ്പോൾ ചാടിക്കയറി കോയിൻ മേടിക്കാൻ തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഒരു കാര്യമുണ്ട്, അനിയ നിൽ. പക്ഷേ പ്രോപ്പർ റിസർച്ച് നടത്താതെ കോയിൻസ് മേടിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ തെണ്ടും. നിങ്ങളുടെ അക്കൗണ്ട് കാലിയാകും. എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും വളരെ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ടത്, വളരെ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് റിട്ടേൺസ് കിട്ടാനുള്ള മറ്റൊരു ടെക്നിക്ക്. അതിനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. അതെന്താണെന്നല്ലേ, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞ ചില കോയിൻസൊക്കെ 5-10 ഇരട്ടി റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. അത് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ മാത്രമേ നേരത്തെ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പിന്നെ ഒരു കാര്യം, ഈ കോയിൻസ് ഓരോ കോയിൻസും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അതിന് വേറൊരു മെത്തേഡും വേറൊരു അപ്രോച്ചും വേണം. അതിനുവേണ്ടി ഒരു പുതിയ ചാനൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ചാനലിൽ നമ്മൾ ഓരോരോ നല്ല കോയിൻസിൻ്റെയും ഡീറ്റെയിൽ അനാലിസിസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ യൂട്ടിലിറ്റി എന്താണ്, അതിൻ്റെ ടോക്കണോമിക്സ് എന്താണ്, ഫൗണ്ടേഴ്സ് എന്താണ്, എങ്ങനെ അത് അനലൈസ് ചെയ്യണം, ലോങ് ടൈം മിഷനോടുകൂടി എങ്ങനെ ഒരു കോയിൻ അപ്രോച്ച് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഡെഫിനറ്റ്ലി ഹെറോനെഡ്ജ് എന്നുള്ള നമ്മുടെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നല്ല മൈക്രോ ക്യാപ്പ് ആയിട്ടുള്ള കോയിൻസ് നേരത്തെ അറിയുന്നതിന് ഡെഫിനറ്റ്ലി ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ഫെബിൻ ആൻഡ്രൂസ് സൈനിങ് ഓഫ്.